ഹായ് സ്റ്റുഡൻസ്, പോംപോംസ് ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിലുള്ള ഹെയർ ആക്സസറീസുകളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. വീഡിയോയിൽ കാണുന്ന ഐറ്റംസുകൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്നാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പോകുന്നത്. ഞാനിവിടെ 2 ഹെയർ ബാൻഡും ഒരു അലിഗേറ്റർ ക്ലിപ്പും ഒരു സ്നാപ്പ് ക്ലിപ്പിൻ്റെ ഡിസൈനും ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നാണ് ഇനി കാണിക്കാൻ പോകുന്നത്. അതിന് നമുക്ക് ആദ്യമായിട്ട് ഹെയർ ബാൻഡ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് കാണിക്കാം. അതിനു വേണ്ടി ഞാനിവിടെ തിന്നായിട്ടുള്ളൊരു മെറ്റൽ ഹെയർ ബാൻഡാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഗം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാക്കറ്റ് പോംപോംസ് ആണ് എടുത്തിട്ടുള്ളത്. സ്മോൾ സൈസിലുള്ള പോംപോംസ് ആണ് ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത്. പല കളേഴ്സിലുള്ള നല്ല ഭംഗിയുള്ള പോംപോംസുകളാണ്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ സ്മോൾ ആയിട്ടുള്ളത് അത് യൂസ് ചെയ്യാം. പോംപോംസുകൾ സ്മോൾ സൈസിൽ തന്നെ പല ഡിസൈനിൽ വരുന്നതുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള പോംപോംസ് ഉപയോഗിച്ച് നിങ്ങളിതുപോലെ ഉണ്ടാക്കിയെടുക്കുക. ഹെയർ ബോയുടെ ഒരറ്റത്ത് നിന്ന് കുറച്ച് സ്പേസ് കൊടുത്തതിന് ശേഷം ഹെയർ ബോയിൽ ഗമ്മ് തേച്ച് കൊടുക്കുക. ശേഷം ഓരോ പോംപോംസും അതിൽ ഒട്ടിച്ച് കൊടുക്കുക. ഒട്ടിച്ചതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക കേട്ടോ. അങ്ങനെ ഓരോ പോംപോംസും ഗമ്മ് തേച്ച് ഒട്ടിച്ചുകൊണ്ടേയിരിക്കുക. ഒന്നിൽ തൊട്ടുകൊണ്ടുള്ള രൂപത്തിലാവണം. ഗ്യാപ്പ് ഇടാണ്ട് ഒട്ടിച്ച് കൊടുക്കണം. ഗമ്മ് തന്നെ വേണം എന്നില്ല, പക്ഷേ ഗ്ലൂ ഗണ്ണുള്ളവർക്ക് ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യാം കേട്ടോ. ഗ്ലൂ ഗണ്ണ് പെട്ടെന്ന് ഒട്ടി കിട്ടും. പോംപോംസിലൊക്കെ ഒട്ടി കിട്ടാനേ പെട്ടെന്ന് ഗ്ലൂ ഗണ്ണ് പെട്ടെന്ന് ഒട്ടി കിട്ടുള്ളവർ യൂസ് ചെയ്യുക, അല്ലാത്തവർ ഗമ്മ് തന്നെ യൂസ് ചെയ്യുക. സെൻറ്റർ ഭാഗമാണ് കേട്ടോ. അപ്പോൾ ആ പോംപോംസിൻ്റെ സെൻറ്റർ ഭാഗമാണ് നമ്മൾ ഒട്ടിച്ച് കൊടുക്കേണ്ടത്. തിന്നായിട്ട് ഉള്ള ഹെയർ ബോ തന്നെ വേണമെന്നില്ല. ഞാനിത് സ്മോൾ സൈസിലുള്ള പോംപോംസിന് ആയതുകൊണ്ടാണ് തിന്നായിട്ടുള്ളത് എടുത്തിട്ടുള്ളത്. ഇനി സാറ്റിൻ കവേർഡ് ആയിട്ടുള്ള ഹെയർ ബോ ഇല്ലേ, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ബ്ലാക്കിൽ ചെയ്യാനാണ് നല്ലത്. പിന്നെ സിൽവർ കളറിലും ചെയ്യാം. കുറച്ചുകൂടി ഭംഗി കിട്ടുക ബ്ലാക്കിലാണ്. ഇനി ബ്ലാക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിൽവറോ ഗോൾഡോ ഒക്കെയാണ് ഹെയർ ബാൻഡ് ഉള്ളതെങ്കിൽ അതിൽ റിബൺ ചുറ്റി കൊടുക്കാം. റിബൺ ചുറ്റി കൊടുത്തിട്ട് അതൊരു ബ്ലാക്ക് കളറിലുള്ള റിബൺ ചുറ്റി കഴിഞ്ഞാൽ ബ്ലാക്ക് കിട്ടുമല്ലോ. അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്തിട്ട് സാറ്റിൻ കവറായിട്ട് വരുന്ന ഹെയർ ബോ അല്ലേ, അതുപോലെ എന്ത് ചെയ്യാം, ബ്ലാക്ക് തുണിയൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് അങ്ങനെ കവർ ചെയ്ത് കൊടുക്കാം. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല തിക്കായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. ഒരിക്കലും സ്പേസ് വരരുത്. ഇങ്ങനെയുള്ള പോംപോംസിൻ്റെ ഹെയർ ബോ ചെയ്യുമ്പോൾ ഒന്നിൽ തൊട്ട് ഇങ്ങനെ ടച്ച് ചെയ്തുകൊണ്ടായിരിക്കണം വേണ്ടത്. പല കളേഴ്സിലുള്ള പോംപോംസ് വെച്ച് ചെയ്യുമ്പോൾ ഏത് ഒരു ഡ്രസ്സിലേക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എല്ലാ ഡ്രസ്സുകളിലേക്കും ഇടാൻ പറ്റുന്ന ഒരു ഹെയർ ബാൻഡിൻ്റെ ഡിസൈനാണിത്. പോംപോംസുകൾ മിക്സ്ഡ് പാക്കറ്റായിട്ടാണല്ലോ വരിക, പല കളേഴ്സായിട്ട്. അപ്പോൾ ഇതിലെല്ലാ കളറും ഉൾപ്പെട്ടിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കൂടിയാണിത് കേട്ടോ. ഞാനൊരുപാട് സെയിൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഐറ്റംസ്. ഞാനിവിടെ ഒട്ടിച്ച് കൊടുത്ത് ഏകദേശം തീരാറായിട്ടുണ്ട്. ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുക. ഒട്ടിച്ചതിന് ശേഷം ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ ഒന്ന് അവിടെ ഒട്ടി കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മളത് കൈ എടുക്കുമ്പോഴേക്കിനും അത്
ഇങ്ങോട്ട് പറഞ്ഞ് പോരും. അതില്ലാണ്ടിരിക്കാൻ എന്ത് ചെയ്യുക, ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക, അതിൽ അമർത്തി കൊടുക്കുക. ഗമ്മ് കയ്യിലാവാത്ത രൂപത്തിലാണ് കേട്ടോ ചെയ്യാൻ. ഏകദേശം ഇവിടെ ഒട്ടിച്ച് തീർന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ റെഡി ആയല്ലേ, ഫുള്ളായിട്ട് ഒട്ടിച്ച് തീർന്നു. കുറച്ചൊരു സ്പേസ് കൂടി ഇവിടെ വരുന്നുണ്ട്, അപ്പോൾ ഒരെണ്ണം കൂടെ അവിടെ ഒട്ടിച്ച് കൊടുക്കുക. ഞാൻ അവിടെ ഒരെണ്ണം കൂടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഈ കളറൊരു മാച്ചില്ല, അല്ല രണ്ടെണ്ണം അടുപ്പിച്ച് വന്നിട്ടുണ്ട് അവിടെ, അപ്പോൾ അതുകൂടെ ഒന്ന് മാറ്റി കൊടുക്കാം. ശരി, ഇപ്പോഴാ ഓക്കെ ആയത്. ഓക്കെ, ഇവിടെ ഹെയർ ബോ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള പല കളേഴ്സിൽ തന്നെ കാണാൻ പ്രത്യേക ഒരു ഭംഗിയുണ്ട് അല്ലേ. ഇത് നിങ്ങൾക്ക് ഇതേപോലത്തെ ഡിസൈനുകൾ വെച്ചിട്ട് പലതരത്തിലുള്ള പോംപോംസ് വെച്ചിട്ടും ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി അടുത്തത് കാണിക്കാൻ പോകുന്നത് സാറ്റിൻ കവേർഡ് ഹെയർ ബാൻഡാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ കോട്ടൺ ഫിൽറ്റർ 4 എടുത്തിട്ടുണ്ട്. പിന്നെ ഗമ്മാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് പോംപോംസ് എടുത്തിട്ടുണ്ട്, പല കളേഴ്സിലുള്ള പോംപോംസ് എടുത്തിട്ടുണ്ട്. ഇനി ഈ കോട്ടൺ ഫിൽറ്ററിൽ ഗമ്മ് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഗമ്മ് തേച്ച് പിടിപ്പിച്ചെടുത്ത് പോംപോംസ് ഒട്ടിച്ച് കൊടുക്കുക. ഞാൻ സെൻറ്റർ ഭാഗത്ത് ഇവിടെ ഒരു പോംപോംസ് ഒട്ടിച്ച് കൊടുത്തു. ഇനി അതിൻ്റെ ചുറ്റുഭാഗത്തും ഒട്ടിച്ച് ഓരോന്നായിട്ട് ഗമ്മ് തേക്കുക, വീണ്ടും ഒട്ടിച്ച് കൊടുക്കുക. അങ്ങനെ ഒരു ഫ്ലവറിൻ്റെ രൂപത്തിലോട്ട് കൊണ്ടുവരണം. ഒരു 6 പീസ് ഇതിലൊട്ടിച്ച് കൊടുക്കണം കേട്ടോ. ഈ കോട്ടൺ ഫിൽറ്റർ എന്ന് പറയുന്നത് സാധാരണ നിങ്ങളുടെ കയ്യിൽ വൈറ്റൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ. ഇത് ഫെൽറ്റ് ഷീറ്റ് കൊണ്ട് കട്ട് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. ഫെൽറ്റ് ഷീറ്റിൽ നിന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നതാണിത്. ഞാനും അങ്ങനെ ചെയ്ത് തന്നെയാണ്. പിന്നെ ഇത് റെഡിമെയ്ഡ് വാങ്ങിക്കാൻ കിട്ടും കടകളിൽ നിന്ന്. സാധാരണ വൈറ്റ് കോട്ടൺ ഫിൽറ്റർ വരുന്നില്ലേ, അതുപോലെ ബ്ലാക്കും വാങ്ങാൻ കിട്ടും. അതൊന്നും ഇല്ലാത്തവർക്ക് ഫെൽറ്റ് ഷീറ്റ് വാങ്ങിയിട്ട് കട്ട് ചെയ്ത് യൂസ് ചെയ്താൽ മതി. ഇവിടെ ഒരു ഭാഗത്തേക്കുള്ള ഡിസൈൻ റെഡി ആയിട്ടുണ്ട്. ഒരു ഫ്ലവറിൻ്റെ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഇനി മറ്റൊരു കോട്ടൺ ഫിൽറ്റർ എടുത്തിട്ട് അതുപോലെ വീണ്ടും ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഞാൻ സെൻറ്റർ ഭാഗത്ത് ഗമ്മ് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി അതിൽ പോംപോംസ് ഒട്ടിച്ച് കൊടുത്തു. വീണ്ടും ചുറ്റുഭാഗത്തൊക്കെ ഗമ്മ് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. അവിടെ ആയിട്ട് ഗമ്മ് തേച്ചെടുത്ത് വീണ്ടും പോംപോംസ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പോംപോംസ് ഒട്ടിക്കുമ്പോൾ കുറച്ചുകൂടി കളർഫുള്ളായിട്ടുള്ള കളറുകൾ വെച്ച് കൊടുക്കുക. ഒരു കോമ്പിനേഷൻ വേണ്ട, മാച്ചായിട്ടുള്ള കളറുകൾ വെക്കാൻ ശ്രമിക്കട്ടെ. കണ്ടാലൊരു അട്രാക്ഷൻ തോന്നുന്ന കളേഴ്സ് വയ്ക്കുക. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും. എല്ലാ കളറും ഉൾപ്പെടുത്തും, പക്ഷേ എന്നാലും അടുത്തടുത്ത് വെക്കുന്നത് അതിലേക്ക് മാച്ച് വരുന്ന രൂപത്തിലുള്ള. ഞാനിവിടെ 2 കളേഴ്സ് ഒരുമിച്ച് വെച്ചിട്ടുണ്ട്, അതൊന്ന് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്.
ഇനി വേറൊരു കളറ് വെച്ച് കൊടുക്കാം. ഈ പിങ്ക് എടുക്കാം, എന്താ കുറച്ചുകൂടി ഭംഗിയുണ്ട്. ഓക്കെ, അത് സെറ്റായി. ഇപ്പോൾ 2 സൈഡിലേക്കുള്ള ഫ്ലവറിൻ്റെ ഡിസൈനും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഹെയർ ബാൻഡിൽ ഒട്ടിച്ച് കൊടുക്കണം. കുറച്ച് ടൈം വെക്കണം കേട്ടോ, ആ ഗമ്മൊന്ന് അതിൽ പിടിച്ച് കിട്ടാൻ. സെറ്റായി വരുന്നേ ഉള്ളൂ. ഞാൻ ഈ കോട്ടൺ ഫിൽറ്ററിൻ്റെ ബാക്ക് ഭാഗത്ത്, അതായത് നമ്മൾ ആ ഡിസൈൻ ചെയ്തെടുത്തിൻ്റെ ബാക്ക് ഭാഗത്ത് ഗമ്മ് തേച്ച് പിടിച്ചു. ഇനി ഹെയർ ബാൻഡ് അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ താഴെ വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുത്താലും മതി. ഇനി വീണ്ടും ആ ഹെയർ ബാൻഡിൻ്റെ ഉൾവശത്തുകൂടി ഗമ്മ് തേച്ച് കൊടുക്കണം. ശേഷം വേണം കോട്ടൺ ഫിൽറ്റർ ഉണ്ട് അവിടെ കവർ ചെയ്യാൻ. ഞാനതും കവർ ചെയ്തെടുത്തു. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒട്ടിച്ചെടുത്ത് പോംപോംസ് അതിൽ നിന്ന് വീഴാണ്ട് നോക്കണം കേട്ടോ. അതല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് ഒട്ടിച്ച് വെച്ചതിന് ശേഷം ഒന്ന് ഇങ്ങോട്ട് സെറ്റായതിന് ശേഷം എടുത്ത് വീണ്ടും ചെയ്താൽ മതി കേട്ടോ. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക, എന്നാൽ പിന്നെ പോരുന്ന പ്രശ്നം ഉണ്ടാവില്ല. ഇത് നമ്മൾ ഒട്ടിച്ച പാടിനെ നമ്മളത് എടുത്തിട്ട് ചെയ്യുമ്പോൾ വീണ്ടും അത് പറഞ്ഞു പോരൂലേ. ഇതാ ഞാൻ മറ്റേ ഫ്ലവറും 2 എണ്ണമാണല്ലോ, അപ്പോൾ ഒരു ഡിസൈൻ അവിടെ ഒട്ടിച്ച് വെച്ചു. ഇനി മറ്റേ സൈഡിൽ ഒരെണ്ണം ഒട്ടിച്ച് കൊടുക്കണം. ഇതിന് ഗമ്മ് തേച്ചിട്ടുണ്ട് ഇപ്പോൾ. ഇനി അത് ഒട്ടിച്ച് കൊടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു സൈഡിലിട്ട് ഉള്ള ഭാഗത്തേക്ക് താഴെ ഫ്ലവറിൻ്റെ ഡിസൈൻ വയ്ക്കുക, ഗമ്മ് തേച്ച് പിടിപ്പിക്കുക, വീണ്ടും കോട്ടൺ ഫിൽറ്റർ വെച്ചിട്ട് കവർ ചെയ്യുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അവിടെ ഒട്ടി കിട്ടാൻ പാടാണ്. പ്രത്യേകിച്ച് പെൽറ്റ് ഷീറ്റിലൊക്കെ ആകുമ്പോൾ അങ്ങോട്ട് ഒട്ടിപ്പിടിച്ച് കിട്ടാൻ ചെറിയൊരു പ്രയാസം ഉണ്ടാവും. കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഒരു അടിപൊളി നല്ല ഭംഗിയുള്ളൊരു ഹെയർ ബോ റെഡി ആയിട്ടുണ്ട്. ചെറിയ കുട്ടികൾക്കൊക്കെ പ്രത്യേകം ഇഷ്ടപ്പെടുന്ന ഒരു ഹെയർ ബോയുടെ ഡിസൈനാണിത്. കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു അട്രാക്ഷൻ ഉണ്ട്. എൻ്റെ മോൾക്ക് നല്ല ഇഷ്ടമായിട്ട് കേട്ടോ ഞാൻ ഇത് ചെയ്തപ്പോൾ. ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത് അലിഗേറ്റർ ക്ലിപ്പിലാണ്. ഞാൻ ബിഗ് സൈസിലുള്ള അലിഗേറ്റർ ക്ലിപ്പാണ്, ഒരു ബ്ലാക്ക് കളറാണ് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങളെ കയ്യിൽ ബ്ലാക്ക് കളർ ഇല്ലെങ്കിൽ ട്യൂടെക്സ് ഇല്ലേ, അത് ബ്ലാക്ക് കളർ വാങ്ങിയിട്ട് അതുകൊണ്ട് പെയിൻറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഫാബ്രിക്കിൻ്റെ പെയിൻ്റ് ഇല്ലേ, അതുകൊണ്ടും ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ അലിഗേറ്റർ ക്ലിപ്പിൽ നന്നായിട്ട് ഗമ്മ് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഓരോ പോംപോംസും അതിൽ ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ഡിസൈനാണ് കേട്ടോ. ഒട്ടും പ്രയാസമില്ലാണ്ട് ഇത് എടുക്കാവുന്ന ഒരു ഡിസൈനാണ്. ആകെ ഒരു 5 ഫ്ലവർ, 5 പോംപോംസ് ഇല്ല, സോറി ഫ്ലവർ എന്നാണ് പറഞ്ഞത്, പോംപോംസ് ആണ്. ഈ വൈറ്റ് ഇവിടെ മാച്ചില്ല അല്ലേ, മാറ്റി കൊടുക്കാം. അതൊരു ചെറുതായിട്ട് തോന്നുന്നു. ഓക്കെ, വീണ്ടും ഞാൻ അവിടെ ഗമ്മ് തേച്ചു. ഇനി പോംപോംസ് ഒട്ടിച്ച് കൊടുത്തു. ഇനി ആ വൈറ്റിനെ നമുക്ക് അപ്പുറത്തേക്ക് വെക്കാം, അത് കുറച്ച് സ്മോളാണത്. അപ്പോൾ ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇനി സൈഡിലൊക്കെ വിടർന്ന് നിൽക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലൊക്കെ ഒന്ന് ഗമ്മ് തേച്ച് കൊടുക്കണം കേട്ടോ. പോരാ അന്ന് പറഞ്ഞു പോരുന്ന പ്രശ്നം ഉണ്ടാവരുത്. ഓക്കെ, ഇതിവിടെ സെറ്റായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അലിഗേറ്റർ ക്ലിപ്പ് റെഡിയായി. ഇനി അടുത്തതായിട്ട് സ്നാപ്പ് ക്ലിപ്പിൻ്റെ ഡിസൈനാണ് കാണിക്കുന്നത്. ഞാനിവിടെ 2 സ്നാപ്പ് ക്ലിപ്പ് എടുത്തിട്ടുണ്ട്, ഒരു 6 പോംപോംസ് എടുത്തിട്ടുണ്ട്, പിന്നെ ഗമ്മ്, ഫെൽറ്റ് ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഫെൽറ്റ് ഷീറ്റ് എന്തിനാണെന്ന് വെച്ചാൽ ഈ പോംപോംസ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ചെറിയ 2 പീസ് കട്ട് ചെയ്തെടുക്കണം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ അതിൽ നിന്നും 2 ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. റൗണ്ട് പീസ് വേണമെങ്കിൽ ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. ഞാൻ അതിൻ്റെ ഒരു ഷേപ്പിന് അനുസരിച്ച് മുന്നോട്ട് വെച്ചിട്ട് ആണ് ഇങ്ങനെ എടുത്തിട്ടുള്ളത്. റൗണ്ടായാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങളിഷ്ടം അനുസരിച്ച് വെട്ടിയെടുക്കാം കേട്ടോ. ഇനി ഈ ഫിൽറ്റർ
അതായത് ഫെൽറ്റ് ഷീറ്റ് അതിൽ നമ്മൾ എന്ത് ചെയ്യുക, ഗമ്മ് തേച്ചിട്ട് പോംസ് ഒട്ടിക്കുക. ഇനി ഇങ്ങനെ അല്ലാതെ ആദ്യം നിങ്ങൾക്ക് സ്നാപ്പ് ക്ലിപ്പിൽ ഈ ഫെൽറ്റ് ഷീറ്റിൻ്റെ പീസ് ആദ്യം വേണമെങ്കിൽ ഒട്ടിച്ച് കൊടുക്കാം, എന്നിട്ട് അതിൽ തന്നെ വെച്ചിട്ട് അങ്ങനെ ഒട്ടിച്ചെടുക്കാം കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് കുറച്ചുകൂടി ഈസി അതായിരിക്കും. ഞാനിത് ഇങ്ങനെ ചെയ്തതിന് ശേഷമാണ് ആ ഐഡിയ എനിക്ക് വന്നത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ആദ്യം ഇതുപോലെ ക്ലിപ്പൊന്ന് വിടർത്തി കൊടുക്കണം കേട്ടോ, അല്ലാഞ്ഞാൽ ഗമ്മ് അതിലെവിടെയെങ്കിലൊക്കെ ആയിക്കഴിഞ്ഞാൽ തുറക്കാൻ പറ്റാത്ത രൂപത്തിലത് ഒട്ടിപ്പോയി ഇതാവും. ഈ അറ്റത്ത് ഇതുപോലെ എന്ത് ചെയ്യുക, നമ്മൾ പോംസിൻ്റെ ആ ഡിസൈന് ഇപ്പോൾ തയ്യാറാക്കിയ ഡിസൈനില്ല അത് ഒട്ടിച്ചു കൊടുക്കുക. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന വർക്കുകളാണ് ഇതൊക്കെ കേട്ടോ. സെറ്റായി വരുന്നേ ഉള്ളൂ, ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇനി അത് മെല്ലെ വിടർത്തി നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിടർന്ന് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഓക്കെ, ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ അത് എടുക്കുന്നത്. ഇപ്പോൾ ഓക്കെ, ഇത് സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ രണ്ട് ഹെയർ ബാൻഡ്, രണ്ട് ഡിസൈനുള്ള ഹെയർ ബാൻഡായി. പിന്നെ ഒരു അലിഗേറ്റർ ക്ലിപ്പായി. ഇത് ബിഗ് സൈസിലുള്ളതാണ്, വലിയവർക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ രണ്ട് സ്നാപ്പ് ക്ലിപ്പുകളും റെഡിയായി. അപ്പോൾ ഓക്കെ, എല്ലാവരും വീഡിയോ കാണുക, ഇതുപോലെ ചെയ്ത് നോക്കുക, ശേഷം ഫോട്ടോസൊക്കെ സെൻഡ് ചെയ്ത് തരിക. ഓക്കെ, താങ്ക് യു സ്റ്റുഡൻസ്.